എല്ലാ രണ്ടാം വർഷ സെയിൽസ് അസോസിയേറ്റ് വിദ്യാർത്ഥികൾക്കും സെയിൽസ് അസോസിയേറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഒരു റീറ്റെയിൽ ഷോപ്പിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സെഷൻ. ഫസ്റ്റ് വൺ, to get a practical exposure to identify the CRM activities in a retail store. Second one, to analyze the changes after implementing CRM in the retail stores. ശരിയായ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെ നിലവിലുള്ള കസ്റ്റമേഴ്സുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനും പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ മുൻ കസ്റ്റമേഴ്സിനെ വീണ്ടും റീറ്റെയിൽ സ്റ്റോറിലേക്ക് തിരികെ എത്തിക്കുന്നതിനും സഹായിക്കുന്നു. ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്രാവർത്തികമാക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. നിലവിൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ എല്ലാവിധ ഇൻഫർമേഷനും കളക്ട് ചെയ്യുകയും അതൊരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ്, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്നിവ കൂടുതൽ മനോഹരമാക്കുവാനും എഫക്റ്റീവ് ആക്കുവാനും സാധിക്കുന്നു. CRM എക്സാമ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. സെൻഡിങ് ഔട്ട് എ താങ്ക് യു വെൻ എ കസ്റ്റമർ മേക്സ് എ പർച്ചേസ്. അപ്സെൽ ഓർ cross-sell a client if they purchase a particular product. Offering a birthday greeting with a promo code. Sending a discount to a customer that hasn't made a purchase recently. CRM എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. താഴെ പറയുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് ഏതെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റോർ വിസിറ്റ് ചെയ്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുക. First question, what are the plans or schemes that the organization is planning to implement in CRM? What are the plans or schemes that the organization is planning to implement in CRM? Second question, what are those factors that you think are important in maintaining the relationship with the customer? What are those factors that you think are important in maintaining the relationship with the customer? Third question, what are the steps initiated by the organization to maintain relationship with its customer? What are the steps initiated by the organization to maintain relationship with its customer? Fourth question, what are those factors that you think are important in implementing the relationship programs? What are those factors that you think are important in implementing the relationship program? Next question. Are you happy with the provisions made for taking care of customer relationship? Are you happy with the provisions made for taking care of customer relationship? Next question. What are those factors that the customer think is better for maintaining the relationship with them? What are those factors that the customer think is better for maintaining the relationship with them? Next question. What actions should be taken by the retailer to maintain better relations with the customer? What actions should be taken by the retailer to maintain better relations with the customer? ഇനി നമുക്ക് CRMുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, visit a
retail outlet to identify the CRM activities in the retail store. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ വിസിറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തുക. ഈ പ്രവർത്തനത്തെ എങ്ങനെ നമുക്ക് നടത്താമെന്ന് നോക്കാം. നിങ്ങൾ ഒരു റീറ്റെയിൽ സ്റ്റോറിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നത് എന്ന്. CRMമായി ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ റീറ്റെയിൽ സ്റ്റോറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യനെയറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റീറ്റെയിലറോ അല്ലെങ്കിൽ സെയിൽസ് അസോസിയേറ്റുമായിട്ടോ ചർച്ചകൾ നടത്തി ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ ക്വസ്റ്റ്യനെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യമായിരുന്നു, വാട്ട് ആർ ദ പ്ലാൻസ് ഓർ സ്കീംസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് പ്ലാനിങ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ CRM. അതിന് കിട്ടിയ ഉത്തരങ്ങളാണ്: ബ്രിങ്ങിങ് ടുഗദർ എ CRM ഇംപ്ലിമെൻറ്റേഷൻ ടീം, ക്രിയേറ്റിംഗ് എ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്ലാൻ, ഫോർകാസ്റ്റിംഗ് എ CRM implementation plan, rolling out the new CRM system, going live and how to plan for it, evaluating the success of CRM implementation project. Second question ആയിരുന്നു, what are those factors that you think are important in maintaining the relationship with the customer? ആ ചോദ്യത്തിന് കിട്ടിയ മറുപടികളാണ് നമ്മൾ താഴെ പറയുന്നത്. Focus on timely and efficient external communication. Maintain a positive attitude to customers. Acknowledge the customer as individual. Share knowledge to customers. Third question ആയിരുന്നു, what steps are initiated by the organization to maintain relationship with its customer? അതിന് കിട്ടിയ ഉത്തരങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. സെൻഡ് ഗ്രീറ്റിംഗ് കാർഡ് ടു കസ്റ്റമർ, കീപ് ലൈൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമർ ഓപ്പൺ, നോ ദ സ്റ്റേജസ് ഓഫ് കസ്റ്റമർ ലോയൽറ്റി, പ്രൊവൈഡ് കസ്റ്റമർ സപ്പോർട്ട്, ആസ്ക് ഫോർ കസ്റ്റമർ ഒപ്പീനിയൻ. ഫോർത്ത് ക്വസ്റ്റൻ ആയിരുന്നു, വാട്ട് ആർ ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് യു തിങ്ക് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ റിലേഷൻഷിപ്പ് പ്രോഗ്രാംസ്? ഇതിൻ്റെ ഉത്തരങ്ങളാണ്: യൂസ് ഓഫ് എഫക്റ്റീവ് ആൻഡ് കറക്റ്റ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ദ റീറ്റെയിൽ സ്റ്റോർ, പ്രോപ്പർ ആൻഡ് ടൈംലി കസ്റ്റമർ സർവീസ് ടു ഓൾ കസ്റ്റമേഴ്സ് ഇൻ ദ റീറ്റെയിൽ സ്റ്റോർ, അഡോപ്റ്റ് സെയിൽസ് ഫോർ ഓട്ടോമേഷൻ, ഇംപ്ലിമെൻറ്റ് പ്രോപ്പർ ലീഡ് മാനേജ്മെൻറ്റ് പ്ലാൻ, marketing promotional activities adopted by the retail firm, implement workflow automation, adopt business reporting and analytics. Fifth question, are you happy with the provisions made for taking care of customer relationship? Yes or no question ആണിത്. നോ ആണെങ്കിൽ പ്രൊവൈഡ് സജഷൻസ്. നോ വന്ന സാഹചര്യത്തിലുള്ള കുറച്ച് സജഷൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. Develop customer service communities, offer proactive customer service, study complaints and compliments, treat customers like you would want to be treated, prove personalized experience / wait times, etc. Sixth question, what are those factors that the customer think is better for maintaining relationship with them? ഇതിൽ വരുന്ന പ്രോബബിൾ ആൻസേഴ്സ് ആണ്: കമ്മ്യൂണിക്കേറ്റ് ടു കസ്റ്റമർ, എക്സീഡ് എക്സ്പെക്ടേഷൻസ്, ആസ്ക് ഫോർ ഫീഡ്ബാക്ക്, കണക്ട് വിത്ത് കസ്റ്റമേഴ്സ്, ഷോ അപ്രീസിയേഷൻ. വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ റീറ്റെയിലർ ടു മെയിൻറ്റെയിൻ ബെറ്റർ റിലേഷൻസ് വിത്ത് കസ്റ്റമർ? വരുന്ന പ്രോബബിൾ ആൻസേഴ്സ് ആണ് പറയുന്നത്: റിവാർഡ് യുവർ കസ്റ്റമർ, use your customer service and buy their products, send thank you notes,
Return client phone calls promptly. Do things when you say you are going to do them. Deal with them with kindness. Next question. Do you find any difference in business of retailing after CRM is introduced? The yes or no question ആണ്. If yes, what benefits are availed? Yes എന്നുള്ള സാഹചര്യത്തിൽ കിട്ടിയിരിക്കുന്ന probable answers ആണ്. Improve customer satisfaction, improve customer retention, better internal communication, optimize marketing activities, then gain valuable insight from the customer. അടുത്തത് നോ എന്നുള്ള സാഹചര്യത്തിൽ കിട്ടിയിരിക്കുന്ന റീസൺസ് ആണ്. Lack of choosing proper CRM software, hurry CRM implementation process, lack of adequate training to retail staff. ഇതൊരു റിപ്പോർട്ടായി പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 1 പൂർത്തിയായിരിക്കുന്നു. ഇനി നിങ്ങൾക്കായി ഒരു ആക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. ആക്ടിവിറ്റി നമ്പർ 2. Visit a nearly retail store and learn about the process of CRM adopted by retailer and the benefits derived by implementing CRM. ഈ ആക്ടിവിറ്റിക്ക് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുകയും ആ ക്വസ്റ്റ്യനെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ചെന്ന് സ്റ്റോറിലുള്ള സെയിൽസ് അസോസിയേറ്റുമായിട്ടോ അല്ലെങ്കിൽ മാനേജറുമായിട്ടോ സംസാരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സ്കൂളിൽ സമർപ്പിക്കേണ്ടതാണ്.